ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസിന് ഒരു സപ്ലിമെൻറ്റ്, അടുത്തൊരു സപ്ലിമെൻറ്റ്, ഈ ആഴ്ചത്തെ സപ്ലിമെൻറ്റ് എന്താ കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. 20-20-0-16 എന്നറിയപ്പെടുന്ന ഫാക്ടംബോസ് എന്നറിയപ്പെടുന്ന വളമാണ് ഈ ആഴ്ച നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്. അതായത് സ്പെഷ്യൽ വളം എന്ന് നമുക്ക് കൂട്ടാം. നമ്മളിപ്പം എല്ലാ ട്രിപ്പും എല്ലാപ്പോഴും ഒരേ വളം കൊടുക്കരുത് എന്നത് കഴിഞ്ഞുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യുക, കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ആഴ്ചത്തെ ഇതിൽ നമ്മളിപ്പം കൊടുക്കാൻ പോകുന്നത് NPKയിൽ തന്നെ ഉള്ള NPKS. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ് 0 ആണ്. അതേപോലെ തന്നെ സൾഫറുണ്ട്. സൾഫറിൻ്റെ കണ്ടൻറ്റുള്ള വളമാണ് ഇത് 20-20-0-16 എന്നറിയപ്പെടുന്ന ഫാക്ടംബോസ് എന്നറിയപ്പെടുന്ന വളം. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ മാതൃക. ഇതിനകത്താണ് N-ഉം P-യും K 0 സൾഫർ 16 വളം. ഇതിന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കയ്യിൽ എടുത്തേക്കുന്ന അളവ് നമ്മൾ ശ്രദ്ധിച്ച് കാണും. ഏകദേശം ഒരു 10-15 തരി വീതം എല്ലാത്തിനും ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല പൂക്കൾ കൂടുതൽ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എന്നാലും മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറിയും തിരിഞ്ഞും വളം കൊടുക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറിയും തിരിഞ്ഞും വളം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടെ ഒന്ന് കൊടുക്കുക. ഇത് പച്ച റോസാണ്, യാത്രയിൽ കണ്ടപ്പം പെട്ടെന്ന് എടുത്തതാണ്. കണ്ടില്ലേ, അത് ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. ഫംഗസിന് വേണ്ടിയിട്ട്, ഫംഗസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഗിസൈഡായിട്ടുള്ള ഇൻഡോഫിൽ, റൂഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻസെക്ടിസൈഡും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് 15 ദിവസം ഇടവേള ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്ന സമയത്ത് എല്ലുപൊടി, വെണ്ണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ ആക്കിയതിന് ശേഷം അതിനകത്ത് വെക്കാം. പ്ലാന്റ് വെക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതെങ്ങനെ വളം ഇടുന്നതെന്ന് കാണാം. കണ്ടില്ലേ, ഒരു പ്ലാന്റിന് ഇടുന്നതാണ്. വലിയ ചട്ടിയിലാകുമ്പോഴത്തേക്ക് ഒരു 25 തരി 30 തരി വീഴത്തക്ക രീതിയിൽ വലിയ ചട്ടിയിൽ. അതേപോലെ തന്നെ ഇത് വലിയ ചട്ടിയിലിടുന്നതാണ്. കണ്ടില്ലേ, അത്രയും മതി. എന്നിട്ട് ചെറുതാകുമ്പോഴത്തേക്ക് ഒരു 10-15 തരി വീതം. അത് നമുക്ക് സ്ഥിരമായിട്ട് ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. മറ്റേത് സ്പൂണ് കണക്കാക്കിയോ അല്ലെങ്കിൽ ചെറിയ ചായ കുടിക്കുന്ന സ്പൂണിന് ഒരു 1/2 സ്പൂൺ വീതമോ ഒക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വളം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അഥവാ ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പ്ലാന്റ് ബോഡിക്ക് അബ്സോർബ് ചെയ്യുന്നതിനും ഒരു കണക്കുണ്ട്. അതിന് മുകളിൽ അത് അബ്സോർബ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, നല്ല നല്ല മുഴുത്ത പൂക്കളും ഒക്കെ വരുന്നതിനായിട്ട് നമ്മൾ പ്രൂണിങ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നേരത്തെയുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മളതിനെ നോക്കേണ്ടത്. ഇത് മറ്റുള്ള നഴ്സറിക്കാർ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. മറ്റുള്ള നഴ്സറിക്കാർ പറഞ്ഞിരുന്നില്ല. ഓക്കെ, കാര്യം എല്ലാവർക്കും അതിൻ്റേതായ ബിസിനസ് കൂടെ നോക്കണം. അത് മാത്രമല്ല എല്ലാം അങ്ങനെ പറഞ്ഞു തരാറില്ല. അതാണ് നമ്മൾ ഇത്രയും ഓപ്പൺലി ഇത് പറഞ്ഞു തന്നത്. അതായത് ഒരുപാട് പേര് റോസിന് വേണ്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റോസ് ക്രേസായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല കളറുകൾ കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കൊതിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം വളർത്താൻ സാധിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റൊക്കെ വല്ലപ്പോഴും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സപ്ലിമെൻറ്റ് മാറി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മണ്ണിര കമ്പോസ്റ്റോ എല്ലുപൊടിയും വെണ്ണക്കും തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ല. എന്തെങ്കിലും വളങ്ങൾ കറക്റ്റായിട്ട് 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വളം അതിൻ്റെ മുകളിൽ ചെല്ലുക. അതേപോലെ തന്നെ പണ്ട് ഉള്ളവർ കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആട്ടിൻചോരയൊക്കെ ഒരു 2 മില്ലി ഒരു 5 ലിറ്റർ വെള്ളത്തിനകത്ത് ഒഴിച്ച് നല്ലപോലെ കലക്കിയിട്ട് ഒരു അടച്ചു വെച്ചേക്കും 3 ദിവസം. അതായത് 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഒരു മഗ് എടുക്കുമ്പം 10 മഗ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കാണ്. അതായത് ഇപ്പം അതേപോലെ തന്നെ ഒരെണ്ണോടെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വലിയ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഈ ബ്ലഡ് മീൽ അല്ലെന്നുണ്ടെങ്കിൽ ചെറാമീൽ ഇങ്ങനെയുള്ള സപ്ലിമെൻ്റൊക്കെ കൊടുക്കാം. അത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്കത് ഇടുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു തരാം. ഈ ആഴ്ചത്തെ ഈ റോസിൻ്റെ വീഡിയോയിൽ നമുക്ക് തൽക്കാലം ഇന്നത്തെ നമ്മൾ കൊടുത്തേക്കുന്ന സപ്ലിമെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനം ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ
കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി ഒന്ന് ഇടുക. നല്ല വളം തന്നെയാണ്, നല്ല വളമാണ്. മാറിയും തിരിഞ്ഞും വളം കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ വീണ്ടും വീണ്ടും ആസ്വദിക്കാനും കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നുണ്ട്. എല്ലാ സബ്സ്ക്രൈബർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ താങ്ക് യു. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.